മൂന്ന് ഗ്രഹവ്യവസ്ഥകളുണ്ട്. അതായത് താഴ്ന്ന ലോകങ്ങൾ, ഇടത്തര ലോകങ്ങൾ, ഉയർന്ന ലോകങ്ങൾ. ഭൂമിയിലെ മനുഷ്യർ ഇടത്തര ലോകങ്ങളുടെ തുടക്കത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ബ്രഹ്മാവിനെയും അദ്ദേഹത്തിൻ്റെ സമകാലികളെയും പോലുള്ള ജീവികൾ ഉയർന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. അതിലേറ്റവും ഉയർന്നത് സത്യലോകമാണ്. സത്യലോകത്തിൽ നിവാസികൾ വേദജ്ഞാനത്തെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരാണ്. അങ്ങനെ ഭൗതിക ഊർജത്തിൻ്റെ നിഗൂഢ മേഘം മായ്ക്കുന്നു. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ 3 ഭൗതിക ഗോളങ്ങളുണ്ട്. അതായത് മുകളിലെ ഗ്രഹങ്ങൾ, മധ്യഗ്രഹങ്ങൾ, താഴേക്കുള്ള ഗ്രഹങ്ങൾ. ഊർധ്വലോക ഗ്രഹങ്ങൾക്കപ്പുറം, അതായത് ബ്രഹ്മലോകത്തിന് മുകളിൽ പ്രപഞ്ചങ്ങളുടെ ഭൗതിക ആവരണങ്ങളുണ്ട്. അതിനു മുകളിലായി പരിധിയില്ലാത്ത വികാസമുള്ള ആത്മീയ ആകാശമുണ്ട്. അതിൽ ദൈവം തന്നെയും അവൻ്റെ സഹകാരികളും വസിക്കുന്ന അനന്തമായ സ്വയം പ്രകാശിത വൈകുണ്ഠ ഗ്രഹങ്ങളുണ്ട്. അവരെല്ലാം ശാശ്വത മോചിത ജീവജാലങ്ങളാണ്. ഊർധ്വലോകങ്ങൾ. മുകളിലെ ലോകം അല്ലെങ്കിൽ ഊർധ്വലോകം മേരു പർവ്വതത്തിന് മുകളിലാണ്. സ്വർഗ്ഗലോകം ദേവന്മാരുടെയോ സ്വർഗ്ഗങ്ങളുടെയോ ലോകങ്ങൾ. മധ്യലോകം. മധ്യലോകവ്യവസ്ഥ മനുഷ്യരുടെ ലോകം. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ ലോകങ്ങൾ. അധോലോകം. അധോലോകത്തിൽ ബിലസ്വർഗം, ദൈത്യന്മാർ, ദാനവന്മാർ, നാഗങ്ങൾ തുടങ്ങിയ മനുഷ്യർ ഒഴികെയുള്ള ജീവികളുടെ മണ്ഡലങ്ങളാണ്. പുരാണങ്ങൾ അനുസരിച്ച് ഈ പ്രപഞ്ചത്തെ ലോകത്രയം എന്ന് വിളിക്കുന്നു. 3 ലോകങ്ങൾ: ഭൂർലോകം, ഭൂവർലോകം, സ്വർലോകം. അല്ലെങ്കിൽ 14 ഗ്രഹവ്യവസ്ഥകൾ അടങ്ങുന്ന 3 ഗോളങ്ങൾ അല്ലെങ്കിൽ ലോകങ്ങൾ. ഈ ഭൗതിക ലോകത്ത് ഗ്രഹവ്യവസ്ഥകൾ 3 ഗോളങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നു. അവയെ ത്രിലോകം അല്ലെങ്കിൽ സ്വർഗം, മർത്യം, പാതാളം എന്ന് വിളിക്കുന്നു. 3 ലോകങ്ങളും പ്രപഞ്ചത്തിൻ്റെ മുകൾ, കീഴ്, മധ്യ ഗ്രഹങ്ങളാണ്. ഭൂമിയിലെ മനുഷ്യർ മധ്യ ലോകങ്ങളുടെ ആരംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ബ്രഹ്മാവിനെയും അദ്ദേഹത്തിൻ്റെ സമകാലികരെയും പോലെയുള്ള ജീവികൾ ഉയർന്ന ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. അതിലേറ്റവും ഉയർന്നത് സത്യലോകമാണ്. ലോകത്രയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ചം വിഭജിച്ചിരിക്കുന്ന 3 പ്രാഥമിക ഗ്രഹവ്യവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഭൂർ, ഭുവ, സ്വഹ. ഇവയിലാണ് ഈ ഗ്രഹവ്യവസ്ഥകളെ ചുറ്റിപ്പറ്റി 8 ദിശകളുണ്ട്. അതായത് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്കുകിഴക്ക്, തെക്കുകിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്. സൂര്യൻ്റെയും മറ്റ് പ്രകാശങ്ങളുടെയും കിരണങ്ങൾ പ്രപഞ്ചത്തിനുടനീളം തുല്യമായി വിതരണം ചെയ്യുന്നതിനായി ലോകപർവ്വതം എല്ലാ ലോകങ്ങളുടെയും അതിർവരമ്പത്തായി സ്ഥിതി ചെയ്യുന്നു. 3 ലോകങ്ങളുടെയും സൃഷ്ടാവാണ് ഭഗവാൻ ബ്രഹ്മാവ്. അതായത് താഴത്തെ ഗ്രഹങ്ങളെ പാതാള ലോകങ്ങൾ എന്നും മധ്യഗ്രഹത്തിലെ ഭൂർലോകങ്ങൾ എന്നും മുകളിലെ ലോകങ്ങളെ സ്വർഗ്ഗലോകങ്ങൾ എന്നും വിളിക്കുന്നു. മഹർലോകം, തപോലോകം, സത്യലോകം, ബ്രഹ്മലോകം തുടങ്ങിയ ഉയർന്ന ഗ്രഹങ്ങൾ ദീർഘായുസ്സിനും രോഗങ്ങളിൽ നിന്നും വാർദ്ധക്യത്തിൽ നിന്നും ആപേക്ഷിക മോചനവും നിർഭയത്വത്തിനും സൗകര്യങ്ങൾ നൽകുന്നതിനാൽ മുകളിലുള്ളത് 3 ഗ്രഹങ്ങൾ വ്യവസ്ഥകളെ സാത്വിക ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. മഹാനായ ഋഷിമാരെയും സന്യാസിമാരെയും സ്വർഗ്ഗഗ്രഹങ്ങളിലപ്പുറത്തേക്ക് മഹർലോകങ്ങളിലേക്ക് ഉയർത്തുന്നു. സൃഷ്ടിയിൽ ബ്രഹ്മാവിൻ്റെ ദിവസത്തിൽ 3 ഗ്രഹവ്യവസ്ഥകൾ സ്വർഗം, മർത്യം, പാതാളം കറങ്ങുന്നു. താഴ്ന്ന മൃഗങ്ങൾ, മനുഷ്യർ, ദേവന്മാർ, പിതൃക്കൾ എന്നിവരുൾപ്പെടെ നിവാസികൾ അവരുടെ ഫലോദ്ദേശ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. പ്രപഞ്ച പ്രകടനം. മുകൾ ഭാഗം, കീഴ്ഭാഗം, മധ്യഭാഗം എന്നിങ്ങനെ 3 ലോകങ്ങളായി വിഭജിച്ചിരിക്കുന്നു. തുടർന്ന് അത് 14 ഗ്രഹവ്യവസ്ഥകളുടെ പ്രപഞ്ചത്തിലേക്ക് വികസിക്കുന്നു. 14 വിഭാഗത്തിലുണ്ട്. ചതുർദശഭുവനം. 7 താഴേക്കും 7 മുകളിലേക്കുമുണ്ട്. നമ്മൾ മധ്യത്തിലാണ്. ഇതിനെ ഭൂവർലോകം എന്ന് വിളിക്കുന്നു. ഇതിനു മുകളിൽ ഭൂവർലോകമുണ്ട്. അതിനു മുകളിൽ ജനലോകമുണ്ട്. അതിനു മുകളിൽ മഹർലോകമുണ്ട്. അതിനു മുകളിൽ സത്യലോകമുണ്ട്. സത്യലോകത്തിന് മുകളിലാണ് ബ്രഹ്മലോകം, ഏറ്റവും ഉയർന്ന ഗ്രഹവ്യവസ്ഥ. അതുപോലെ താഴെ നമുക്ക് അതല, അടല, തലാതല, വിതല, പാതാള, രസാതലം എന്നിവയുണ്ട്. വേദസാഹിത്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ 14 ലോകങ്ങൾ. ഓരോ പ്രപഞ്ചത്തിനും ഈ 14 ഗ്രഹവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. എണ്ണമറ്റ പ്രപഞ്ചങ്ങളുമുണ്ട്. 14 ലോകങ്ങൾ അഥവാ ഗോളങ്ങൾ. 14 ലോകങ്ങളെ പൊതുവെ ചതുർദശ ഭുവനങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതിൽ 6 ലോകങ്ങൾ ഭൂമിക്ക് മുകളിലും 7 ലോകങ്ങൾ താഴെയുമാണ്. 14 ലോകങ്ങളെക്കുറിച്ചുള്ള വേദസങ്കല്പം പറയുന്നത് അവയെ 7 മുകളിലെ ലോകങ്ങളും 7 താഴ്ന്ന ലോകങ്ങളായി തിരിച്ചിരിക്കുന്നു എന്നതാണ്. സാധാരണയായി ഇവ പാതാളങ്ങൾ എന്നറിയപ്പെടുന്നു. ശ്രീമദ് ഭാഗവതം 2-ാം ഖണ്ഡം 5-ാം അധ്യായം എന്നിവയിൽ 14 ലോകങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ഭുവരം, സ്വാരം, മഹർ, ജനസ്, തപസ്, സത്യ എന്നിവയാണ് മുകളിലെ ഗ്രഹവ്യവസ്ഥകൾ. താല, അതല, വിതല, നിതല, തലതല, മഹതല, സുതല എന്നിവയാണ് താഴ്ന്ന 7 ഗ്രഹവ്യവസ്ഥകൾ. താഴത്തെ ഗ്രഹങ്ങളെ മൊത്തത്തിൽ പാതാള എന്ന് വിളിക്കുന്നു. മുകളിലെ ഗ്രഹവ്യവസ്ഥകളെ ഭുർ, ഭുവ, സ്വാരം എന്നീ സ്വർഗ്ഗവ്യവസ്ഥകളെ
പ്രതിനിധീകരിക്കുന്നു. ബാക്കിയുള്ളവ മർത്യം എന്നും അറിയപ്പെടുന്നു. അതിനാൽ മുഴുവൻ പ്രപഞ്ചവും ത്രിലോകം എന്നറിയപ്പെടുന്നു. പ്രപഞ്ചം 14 ഗ്രഹവ്യവസ്ഥകളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂർ, ഭുവ, സ്വര, മഹർ, ജനസ്, തപസ് എന്നിങ്ങനെ 7 ഗ്രഹവ്യവസ്ഥകൾ ഒന്നിനു മുകളിൽ ഒന്നായി മുകളിലേക്ക് പോകുന്ന ഗ്രഹവ്യവസ്ഥകളാണ്. അടല, വിതല, സുതല, തലാതല, മഹാതല, രസതല, പാതാല എന്നിങ്ങനെ ക്രമേണ ഒന്നിന് താഴെയായി 7 ഗ്രഹവ്യവസ്ഥകളും താഴേക്കുണ്ട്. ഈ വാക്യത്തിൽ വിവരണം താഴെ നിന്ന് ആരംഭിക്കുന്നു. കാരണം ഭക്തിയുടെ രേഖയിലാണ് ഭഗവാന്റെ ശാരീരിക വിവരണം ആരംഭിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നിന്നാണ് ശുകദേവ ഗോസ്വാമി ഭഗവാന്റെ അംഗീകൃത ഭക്തനാണ്. അദ്ദേഹം വിവരണത്തിൽ കൃത്യമായി നൽകിയിരിക്കുന്നു. ആധുനിക സംരംഭകർ ബഹിരാകാശ യാത്ര ചെയ്യുന്ന ബഹിരാകാശികൾ ബഹിരാകാശത്ത് 14 വിഭാഗത്തിലുള്ള ഗ്രഹവ്യവസ്ഥകൾ ഉണ്ടെന്ന് വിവരങ്ങൾ ശേഖരിച്ചേക്കാം. ഭൂവർലോകം എന്നറിയപ്പെടുന്ന ഭൗമ ഗ്രഹവ്യവസ്ഥയിൽ നിന്നാണ് സ്ഥിതി കണക്കാക്കുന്നത്. ഭൂവർലോകത്തിന് ഏറ്റവും മുകളിലാണ് ഭൂവർലോകം. ഏറ്റവും മുകളിലുള്ള ഗ്രഹവ്യവസ്ഥയെ സത്യലോകം എന്ന് വിളിക്കുന്നു. ഇവയാണ് മുകളിലുള്ള 7 ലോകങ്ങൾ അഥവാ ഗ്രഹവ്യവസ്ഥകൾ. ഭൂമിയിൽ നിന്നും 70,000 യോജനകൾ താഴെ 7 താഴ്ന്ന ഗ്രഹവ്യവസ്ഥകളുണ്ട്. അടല, വിതല, സുതല, തലതല, മഹാതല, രസതല, പാതാല. അസുരന്മാരും രാക്ഷസന്മാരും ഈ താഴ്ന്ന ഗ്രഹവ്യവസ്ഥയിൽ ഭാര്യമാരോടൊപ്പവും കുട്ടികളോടൊപ്പവും വസിക്കുന്നു. എപ്പോഴും ഇന്ദ്രിയതൃപ്തിയിലാണ്ട് അടുത്ത ജന്മങ്ങളെ ഭയപ്പെടാതെയും. സൂര്യപ്രകാശം ഈ ഗ്രഹങ്ങളിൽ എത്തുന്നില്ല. പക്ഷേ അവ പാമ്പുകളുടെ പത്തിയിൽ ഉറപ്പിച്ചിരിക്കുന്ന രത്നങ്ങളുടെ പ്രകാശം പരക്കുന്നു. ഈ തിളങ്ങുന്ന രത്നങ്ങൾ കാരണം പ്രായോഗികമായി ഇരുട്ടില്ല. ഈ ഗ്രഹങ്ങളിൽ വസിക്കുന്നവർ വൃദ്ധരാകുകയോ രോഗിയാവുകയോ ചെയ്യുന്നില്ല. കൂടാതെ പരമദിവ്യോത്തമ പുരുഷനെ ഒഴികെ മറ്റൊരു കാരണത്താലും മരണത്തെ അവർ ഭയപ്പെടുന്നില്ല. അതല ഗ്രഹത്തിൽ ഒരു രാക്ഷസന്റെ കോട്ടുവായിടൽ 3 തരം സ്ത്രീകളെ ജനിപ്പിച്ചു. അവ സൈരിണി, കാമിനി, പുഞ്ചലി. അതലയ്ക്ക് താഴെ വിതല ഗ്രഹമുണ്ട്. അവിടെ ഭഗവാൻ ശിവനും ഭാര്യ ഗൗരിയും അവിടെ വസിക്കുന്നു. അവരുടെ സാന്നിധ്യം കാരണം ഹടക എന്നറിയപ്പെടുന്ന ഒരു സ്വർണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വിട്ടാലയ്ക്ക് താഴെ ഏറ്റവും ഭാഗ്യവാനായ രാജാവായ ബാലി മഹാരാജന്റെ വാസസ്ഥലമായ സുതല ഗ്രഹമുണ്ട്. തീവ്രമായ ഭക്തി സേവനം കാരണം പരമപുരുഷനായ വാമനദേവൻ ബലി മഹാരാജാവിനെ അനുഗ്രഹിച്ചു. ഭഗവാൻ ബലി മഹാരാജാവിൻ്റെ യാഗകളത്തിൽ പോയി 3 അടി ഭൂമിക്കായി യാചിച്ചു. ഈ അപേക്ഷയിൽ ഭഗവാൻ അദ്ദേഹത്തിന് എല്ലാ സ്വത്തുക്കളും എടുത്തുകൊടുത്തു. ബലി മഹാരാജൻ ഇതിനെല്ലാം സംബന്ധിച്ചപ്പോൾ ഭഗവാൻ വളരെ സന്തുഷ്ടനായി. അദ്ദേഹം ഭഗവാൻ ദ്വാരപാലകനായി സേവിക്കുന്നു. സുഡലത്തിന് താഴെ മായ എന്ന അസുരൻ്റെ വാസസ്ഥലമായ തലതല ഗ്രഹമുണ്ട്. ഈ അസുരൻ ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹത്താൽ എപ്പോഴും ഭൗതികമായി സന്തുഷ്ടനാണ്. പക്ഷേ അവന് ഒരു സമയത്തും ആത്മീയ സന്തോഷം നേടാൻ കഴിയില്ല. തലതലത്തിന് താഴെ മഹാതല ഗ്രഹമുണ്ട്. അവിടെ 100 ആയിരക്കണക്കിന് തലയുള്ള നിരവധി പാമ്പുകളുണ്ട്. മഹാതലയ്ക്ക് താഴെ രസതലവും അതിന് താഴെ പാതാളവുമുണ്ട്. അവിടെ വാസുകി എന്ന സർപ്പത്തിൻ്റെ കൂട്ടുകാലികൾക്കൊപ്പം വസിക്കുന്നു. 7 താഴ്ന്ന ഗ്രഹങ്ങൾ എന്ന ആശ്രയം ഒരു വ്യക്തിയുടെ മനസ്സിൽ അനുമാനിക്കപ്പെട്ട ഭൂമിയുടെ ഗോളത്തിന് താഴെ എവിടെയോ ബഹിരാകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി ഗോളസമാനമായ ഗ്രഹങ്ങളുടെ 7 പാളിയാണെന്ന് സൃഷ്ടിച്ചേക്കാം. എന്നാൽ ഗ്രഹവ്യവസ്ഥകൾ എന്താണെന്നുള്ള നമ്മുടെ ആധുനിക സങ്കല്പം ശുകദേവ ഗോസ്വാമി ഒരു വിശാലമായ ഭൂമിവൃത്തത്തിനുള്ളിൽ 7 മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ്. സത്യലോകം. ഏറ്റവും ഉയർന്ന ഗ്രഹലോകം സത്യലോകം അഥവാ ബ്രഹ്മലോകമാണ്. ഈ പ്രപഞ്ചത്തിലെ പ്രധാന വ്യക്തിയായ ഭഗവാൻ ബ്രഹ്മാവ് അവിടെയാണ് വസിക്കുന്നത്. ബ്രഹ്മലോകത്തിലെ അത്ഭുതകരമായ ജീവിതാവസ്ഥ നമുക്ക് കണക്കാക്കാൻ പ്രയാസമാണെന്ന് നമ്മൾ ഇതിനകം കണ്ടു. എന്നാൽ ഏറ്റവും ഉയർന്ന ജീവിതാവസ്ഥയായ സദ്ഗുണത്തിന് നമ്മെ അവിടെ എത്തിക്കാൻ കഴിയും. ഭൂമിയിലെ മനുഷ്യർ മധ്യലോകങ്ങളുടെ ആരംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ബ്രഹ്മാവിനെയും അദ്ദേഹത്തിൻ്റെ സമകാലികരായും പോലുള്ള ജീവജാലങ്ങൾ ഉയർന്ന ലോകങ്ങളിലാണ് വസിക്കുന്നത്. അവയിൽ ഏറ്റവും ഉയർന്ന ലോകം സത്യലോകമാണ്. സത്യലോകത്തിൽ നിവാസികൾ വേദജ്ഞാനത്തെക്കുറിച്ച് പൂർണ്ണമായും ബോധവാന്മാരാണ്. അങ്ങനെ ഭൗതിക ഊർജത്തിൻ്റെ നിഗൂഢ മേഘം മായ്ക്കപ്പെടുന്നു. സത്യലോകമാകുന്ന ആ ഗ്രഹത്തിൽ ദുഃഖമോ വാർദ്ധക്യമോ മരണമോ ഇല്ല. ഒരു തരത്തിലുള്ള വേദനയുമില്ല. അതിനാൽ ഉത്കണ്ഠകളുമില്ല. ചിലപ്പോൾ ബോധം കാരണം ഭക്തി സേവന പ്രക്രിയയെക്കുറിച്ച് അറിയാത്തവരോട് ഭൗതിക ലോകത്തിൻ്റെ അതിരുകടന്ന ദുഃഖങ്ങൾക്ക് കാരണമാകുന്നവരോട് അനുകമ്പ തോന്നാറുണ്ട്. സത്യലോകത്തിലെ ആയുസ് ഒരുപാടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. തപോലോകം എന്നാൽ ഇവിടെ കഠിനമായ തപസ്സുകൾ അനുഷ്ഠിച്ചവർ എന്നാണ് അർത്ഥമാക്കുന്നത്. അവരെ തപോലോകത്തിലേക്ക് മാറ്റുന്നു. തപോലോകത്തിൽ ഈ ഭൗതിക ലോകത്തിൻ്റെ നാശവും ഉന്മൂലനം സംഭവിക്കുമ്പോൾ തപോലോകത്തിൽ നാശമില്ല. മഹർലോകം, ജനലോകം, തപോലോകം തുടങ്ങി ഉയർന്ന ഗ്രഹവ്യവസ്ഥകൾ ഈ വിനാശ സമയത്ത് വെള്ളത്തിൽ മുങ്ങുന്നില്ല. ഉയർന്ന ഗ്രഹവ്യവസ്ഥകളിലൂടെ സ്വർഗ്ഗലോകം, ജനലോകം, തപോലോകം, മഹർലോകം, ബ്രഹ്മലോകം മുതലായ ജീവജാലങ്ങൾ കൂടുതൽ ആയുസ് വർദ്ധിച്ച അറിവ്, പൊതുവെ കൂടുതൽ ആനന്ദകരമായ ജീവിതം എന്നിവ ആസ്വദിക്കുന്നു. ധ്രുവനക്ഷത്രമായ
ധ്രുവലോകം സൂര്യനിൽ നിന്നും 38 ലക്ഷം യോജന ഉയരത്തിലാണെന്ന് വിശ്വനാഥ ചക്രവർത്തി കണക്കാക്കപ്പെടുന്നു. ധ്രുവലോകത്തിന് 1 കോടി യോജനകൾ മുകളിലാണെങ്കിൽ മഹർലോകത്തിന് 2 കോടി യോജനകൾ മുകളിലാണെങ്കിൽ ജനലോകത്തിന് 80 കോടി യോജനകൾ മുകളിലാണെങ്കിൽ തപോലോകത്തിന് 120 കോടി യോജനകൾ മുകളിലാണ്. ജനലോകം. മഹാനായ പുണ്യാത്മാക്കൾ മരണശേഷം ജനലോകത്തിലേക്കോ മഹർലോകത്തിലേക്കോ പോകുന്നു. നന്മയിൽ ജീവിക്കുന്ന ഒരാൾ ബ്രഹ്മലോകത്തിലേക്കോ ജനലോകത്തിലേക്കോ ഉയർന്ന ഗ്രഹവസ്തുക്കളെ പ്രാപിക്കുകയും അവിടെ ദൈവിക സന്തോഷം ആസ്വദിക്കുകയും ചെയ്യുന്നു. അമലൻ എന്ന വാക്ക് പ്രധാനമാണ്. അതിൻ്റെ അർത്ഥം ആസക്തിയിൽ നിന്നും അജ്ഞതയിൽ നിന്നും മുക്തൻ എന്നാണ്. ഭൗതിക ലോകത്ത് മാലിന്യങ്ങളുണ്ട്. എന്നാൽ ഭൗതിക ലോകത്തെ ഏറ്റവും ശുദ്ധമായ നിലനിൽപ്പ് നന്മയുടെ രീതി. വ്യത്യസ്ത തരം ജീവജാലങ്ങൾക്ക് വ്യത്യസ്ത തരം ഗ്രഹങ്ങളുണ്ട്. നന്മയുടെ രീതിയിൽ മരിക്കുന്നവർക്ക് മഹാനായ ഋഷിമാരും മഹാഭക്തന്മാരും വസിക്കുന്ന ഗ്രഹങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു. ഭഗവാൻ പറഞ്ഞു, സ്വയം ജനിച്ച ബ്രഹ്മാവിൻ്റെ പുത്ര, വളരെ കാലം മുമ്പ് ജനലോകത്തിൽ അവിടെ വസിച്ചിരുന്ന ജ്ഞാനികളായ മുനിമാർ അതീന്ദ്രിയ ശബ്ദങ്ങൾ പ്രകടനം വെച്ചുകൊണ്ട് പരമസത്യത്തിന് ഒരു വലിയ യാഗം നടത്തി. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ ഈ മുനിമാരെല്ലാം പൂർണ്ണ ബ്രഹ്മചാരികളായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ശ്വേതദ്വീപിൽ ഭഗവാനെ സന്ദർശിക്കാനിടയായി. പ്രപഞ്ച സംഹാരകാലത്ത് വേദങ്ങൾ വിശ്രമിക്കുന്ന ആ പരംപുരുഷൻ പരമ സത്യത്തിലേക്കുള്ള സ്വഭാവത്തെക്കുറിച്ച് ജനത്തെക്കുറിച്ച് ഋഷിമാർക്കിടയിൽ ഒരു ചർച്ച ഉയർന്നു. മഹർലോകം. യോഗി മാത്രമാണ് ശിശുമാര വൃത്തത്തിനപ്പുറം കടന്ന് ഭൃഗു തുടങ്ങിയ ശുദ്ധീകരിക്കപ്പെട്ട സന്യാസിമാർ ജീവിച്ചിരുന്ന ഗ്രഹത്തിലെത്തുന്നത്. അതീന്ദ്രിയ സ്ഥിതിയിലുള്ള ഈ സന്യാസിമാർക്ക് പോലും ഈ ഗ്രഹം ആരാധനാർഹമാണ്. മഹാനായ ഋഷിമാരും സന്യാസിമാരും സ്വർഗ്ഗഗ്രഹങ്ങൾക്കപ്പുറം മഹർലോകത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. പക്ഷേ അതും പൂർണ്ണമായ നിർഭയത്വത്തിൻ്റെ സ്ഥലകാലമല്ല. കാരണം ഒരു കൽപ്പത്തിൻ്റെ അവസാനത്തിൽ മഹർലോകം നശിപ്പിക്കപ്പെടുന്ന നിവാസികൾ സ്വയം ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് മാറേണ്ടി വരികയും ചെയ്യുന്നു. മഹാലോകത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഭാഗികമായ നാശത്തിൻ്റെ സമയത്തും ഒരാൾക്ക് ജീവിക്കാൻ കഴിയും. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തു നിന്ന് ശേഷം അനന്തദേവൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന അഗ്നി പർവ്വതജ്വാലകളെയോടെയാണ് സംഹാരം ആരംഭിക്കുന്നത്. ഇത്രയും വലിയ ജ്വലിക്കുന്ന അഗ്നിയിൽ ചൂട് മഹലോകത്തെത്തുകയും അതിലെ നിവാസികൾ സമയത്തിൻ്റെ ഇരട്ടി ദൈർഘ്യമുള്ള ബ്രഹ്മലോകത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. സ്വർലോകം. കർമ്മികൾ അഥവാ ഫലോച്ചമുള്ള തൊഴിലാളികൾ സൂര്യനും ചന്ദ്രനും ഉൾപ്പെടുന്ന സ്വർഗ്ഗലോക ഗ്രഹങ്ങളിലേക്ക് സ്വയം ഉയർത്താൻ കഴിയും. ചന്ദ്രൻ, സൂര്യൻ, ഉയർന്ന ഗ്രഹങ്ങൾ എന്നിവയെ സ്വർഗ്ഗലോകം എന്ന് വിളിക്കുന്നു. ഗ്രഹങ്ങളുടെ 3 വ്യവസ്ഥകളുണ്ട്. ഉയർന്ന, മധ്യ, താഴ്ന്ന ഗ്രഹ വ്യവസ്ഥകൾ. ഭൂമി മധ്യഗ്രഹത്തിൽ ഉൾപ്പെടുന്നു. സ്വർഗരാജ്യത്തിൻ്റെ അധിപനായ ഇന്ദ്രനെയും സൂചിപ്പിക്കുന്നു. സ്വർഗഗ്രഹത്തിൽ നിന്നും തുടങ്ങുന്ന ഗ്രഹവ്യവസ്ഥയിൽ വസിക്കുന്ന സ്വർഗനിവാസികൾക്ക് ശ്വേതദ്വീപിൽ ഭഗവാൻ വിഷ്ണുവിനെ കാണാൻ പോലും കഴിയില്ല. ദ്വീപിലെത്താൻ കഴിയാതെ അവർക്ക് പാൽക്കടലിൻ്റെ തീരത്തെത്തി ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിക്കാനേ കഴിയൂ. പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരു അവതാരമായി അവതരിക്കാനും അദ്ദേഹത്തിനോട് അപേക്ഷിക്കാനും മാത്രമേ കഴിയൂ. ബ്രഹ്മാവിൻ്റെ ദിവസത്തിൻ്റെ അവസാനം സ്വർഗ്ഗലോകം വരെയുള്ള ഇതെല്ലാം വെള്ളത്തിൽ മൂടപ്പെടും. പിറ്റേന്ന് രാവിലെ പ്രപഞ്ചത്തിൽ ഇരുട്ടി വ്യാപിക്കുമ്പോൾ ബ്രഹ്മാവ് വീണ്ടും തൻ്റെ സ്വാധീനത്താൽ പ്രപഞ്ചമുണ്ടാക്കുന്നു. അതിനാൽ പ്രപഞ്ചത്തെ പ്രകടമാക്കുമ്പോൾ ഇവിടെ നിന്ന് വിശേഷിപ്പിക്കുന്നു. ഉയർന്ന ഗ്രഹവ്യവസ്ഥയുടെ രാജാവായ ഇന്ദ്രന് ശരിയായ യോഗ്യതകളില്ലാതെ താഴ്ന്ന ഗ്രഹങ്ങളിൽ നിന്നും ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഏതൊരു ബദ്ധാത്മയെയും ഇടാൻ ശക്തിയുണ്ട്. ചന്ദ്രനിലേക്ക് പോകാനുള്ള ആധുനിക ക്രമം കൃത്രിമവും യാന്ത്രികവുമായ മാർഗങ്ങളിലൂടെ സ്വർഗങ്ങളിലേക്ക് പോകാൻ താഴ്ന്ന മനുഷ്യൻ നടത്തുന്ന ശ്രമമാണ്. ഈ ശ്രമം വിജയിക്കില്ല. ഇന്ദ്രൻ്റെ ഈ പ്രസ്താവനയിൽ നിന്നും മായ എന്ന് വിളിക്കപ്പെടുന്ന യാന്ത്രിക മാർഗങ്ങളിലൂടെ ഉയർന്ന ഗ്രഹവ്യവസ്ഥയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഏതൊരാളും പ്രപഞ്ചത്തിൻ്റെ താഴ്ന്ന ഭാഗത്ത് നിന്നും നരകഗ്രഹങ്ങളിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അജ്ഞതയുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മദ്യപാനം, മാംസാഹാരം, അവിഹിത ലൈംഗിക ബന്ധം എന്നിവയ്ക്ക് അടിമയായ ഒരു പാപിയായ ഒരു വ്യക്തി ഒരിക്കലും യാന്ത്രിക മാർഗങ്ങളിലൂടെ ഉയർന്ന ഗ്രഹങ്ങളിൽ പ്രവേശിക്കില്ല. അർദ്ധദേവന്മാർ, ഗന്ധർവന്മാർ, ചാരന്മാർ, വിദ്യാധരന്മാർ മുതലെല്ലാം ഉയർന്ന ഗ്രഹങ്ങളിലെ വ്യക്തികളാണ്. അതായത് ഭൂവർലോകം. മനുഷ്യർ മധ്യമ ഗ്രഹങ്ങളിലെ നിവാസികളാണ്. അസുരൻ താഴ്ന്ന ഗ്രഹങ്ങളിലെ നിവാസികളാണ്. അദ്ദേഹം വടക്കൻ ദിശയിലേക്ക് കടക്കുമ്പോൾ ചാരന്മാർ, ഗന്ധർവന്മാർ എന്നറിയപ്പെടുന്ന സ്വർഗ്ഗവാസികളും മുനിമാരും സ്വർഗത്തിലെ കന്യകമാരും പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് എല്ലാതരം ആദരവുകൾ അർപ്പിക്കുകയും ചെയ്തു. ഭൂർലോകം. നമ്മൾ ജീവിക്കുന്ന ഗ്രഹവ്യവസ്ഥയെ ഭൂലോകം എന്ന് വിളിക്കുന്നു. അതിനാൽ ഇതിനെ ഭൂലോകം എന്ന് വിളിക്കുന്നു. ഭൂമിയിലെ ഗ്രഹം. നിങ്ങൾ സ്വയം രജോഗുണത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഭൂലോകത്തിൽ തന്നെ തുടരും. തമോഗുണം ബാധിച്ചാൽ നിങ്ങൾ വീണ്ടും താഴ്ന്ന നിലയിലുള്ള ജീവിതത്തിലേക്ക്, വീണ്ടും മൃഗജീവിതത്തിലേക്ക്, സസ്യജീവിതത്തിലേക്ക് പോകുന്നു. ഇതാണ് പ്രകൃതിയുടെ പ്രക്രിയ. നിങ്ങൾ ഇത് ഒഴിവാക്കാൻ കഴിയില്ല. ഭൂർലോകത്തെക്കുറിച്ച് വിശദീകരിക്കാമോ?
ശുകദേവ ഗോസ്വാമി പറയുന്നു. 5-ാം ശ്ലോകത്തിൽ മണ്ഡലത്തിൽ ഗ്രഹത്തെ അദ്ദേഹം കൂടുതൽ കൃത്യമായി പറയാൻ തുടങ്ങുന്നു. അതിൽ പറയുന്നു, ഇതൊരു താമരപ്പൂവിനോട് സാദൃശ്യമുള്ളതാണ്. അതിനൊരു താമരപ്പൂവിൻ്റെ ആകൃതിയുണ്ട്. ജംബൂദ്വീപിൻ്റെ 7 ദ്വീപുകളും ആ പുഷ്പത്തിൻ്റെ ചൂഴിയോട് സാമീപ്യമുള്ളതാണ്. പിന്നെ ജംബൂദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപിൻ്റെ നീളവും വീതിയും, ഭൂമണ്ഡലം എന്നറിയപ്പെടുന്ന ഗ്രഹവസ്തു ഒരു താമരപ്പൂവിനോട് സാദൃശ്യമുള്ളതാണ്. അതിൻ്റെ 7 ദ്വീപുകളും ആ പൂവിൻ്റെ ചുഴിയോട് സാമീപ്യമുണ്ട്. ചുഴിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ജംബൂദ്വീപം എന്നറിയപ്പെടുന്ന ദ്വീപിൻ്റെ നീളവും വീതിയും ഏകദേശം 1,00,000 യോജനയാണ്, 8 ദശലക്ഷം മൈൽ. ജംബൂദ്വീപ് ഒരു താമരപ്പൂവിൻ്റെ ഇല പോലെ വൃത്താകൃതിയിലാണ്. അന്തരീക്ഷം. ഭൂർലോകത്തിനും ഇടയിലുള്ള സ്ഥലമാണ് അന്തരീക്ഷം. സൂര്യൻ പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിൽ ഭൂർലോകത്തിനും ഇടയിലുള്ള സ്ഥലത്ത്, അതായത് അന്തരീക്ഷം എന്നറിയപ്പെടുന്ന ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്നു. സൂര്യനും പ്രപഞ്ചത്തിൻ്റെ ചുറ്റളവും തമ്മിലുള്ള ദൂരം 25 കോടി യോജനകളാണ്. വിദൂര ലോകത്തിന് താഴെ അന്തരീക്ഷം എന്നറിയപ്പെടുന്ന ആകാശത്തിലെ ചാരണലോകവും സിദ്ധലോകവും യക്ഷന്മാർ, രാക്ഷസന്മാർ, പിശാചുക്കൾ, പ്രേതങ്ങൾ തുടങ്ങിയവരുടെ ആനന്ദ സ്ഥലങ്ങളാണ്. കാറ്റ് വീശുകയും ആകാശത്ത് മേഘങ്ങൾ പൊടിക്കുകയും ചെയ്യുന്നുള്ള അന്തരീക്ഷം വ്യാപിച്ചു കിടക്കുന്നു. ഇതിനു മുകളിൽ വായുവില്ല. ബിലസ്വർഗം സ്വർഗീയ ഭൂഗർഭ ലോകങ്ങൾ എന്നറിയപ്പെടുന്നു. ആനന്ദത്തിൻ്റെ സ്വർഗീയ സ്ഥലങ്ങളെ 3 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. സ്വർഗഗ്രഹങ്ങൾ, ഭൂമിയിലെ സ്വർഗീയ സ്ഥലങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ബിലസ്വർഗീയ സ്ഥലങ്ങൾ. ഈ 3 തരം സ്വർഗീയ സ്ഥലങ്ങളിൽ ഭൂമിയിലെ സ്വർഗീയ സ്ഥലങ്ങൾ ഭാരതത്തിന് പുറമെയുള്ള 8 വർഷങ്ങളാണ്. ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വർഗ്ഗങ്ങളിലെല്ലാം വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു. നല്ല രീതിയിൽ സ്ഥിതി ചെയ്യുന്ന താമസ സ്ഥലങ്ങളുണ്ട്. സന്തോഷകരമായ അന്തരീക്ഷമുണ്ട്. ശാരീരിക അസ്വസ്ഥതകളോ മാനസിക ഉത്കണ്ഠകളോ ഇല്ല. എന്നാലും അവിടെ താമസിച്ചവർക്ക് കർമാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മറ്റൊരു ജന്മം എടുക്കേണ്ടി വരും. അത്തല ഗ്രഹത്തിൽ ഒരു രാക്ഷസന്റെ കോട്ടുവായിൽ 3 തരം സ്ത്രീകളെ ശ്രമിച്ചു. അവരെ സൈരിണി, കാമിനി, പുംശലി എന്ന് പറയുന്നു. ഇവർക്ക് പുരുഷന്മാരെ വളരെയധികം കീഴ്പ്പെടുത്താൻ കഴിയും. അത്തലയിൽ മായ ദാനവൻ്റെ മകനായ ബല എന്ന അസുരനുണ്ട്. അവൻ 96 തരം നിഗൂഢ ശക്തികളെ സൃഷ്ടിച്ചു. യോഗിനികളും സ്വാമികളും നിഗൂഢ ശക്തികൾ മുതലെടുത്ത് ഇന്നും ആളുകളെ വഞ്ചിക്കുന്നു. കോട്ടുവായ ഇടുന്നതിലൂടെ ബല എന്ന അസുരൻ സൃഷ്ടിച്ച സ്ത്രീകൾ സ്വന്തം ഗ്രൂപ്പിലുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാമിനികൾ ഏതെങ്കിലും ഗ്രൂപ്പിലെ പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നു. പുംശലികൾ ഒന്നിനു പുറകെ ഒന്നായി ഭർത്താക്കന്മാരെ മാറ്റുന്നു. ഒരു പുരുഷൻ അത്തല ഗ്രഹത്തിൽ പ്രവേശിച്ചാൽ ഈ സ്ത്രീകൾ ഉടൻ തന്നെ അവനെ പിടികൂടി ഹടക എന്നറിയപ്പെടുന്ന ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ച് നിർമ്മിച്ച ലഹരി പാനീയം കുടിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ ലഹരി പുരുഷന് വലിയ ലൈംഗിക വൈദഗ്ധ്യം നൽകുന്നു. സ്ത്രീകൾ അത് ആസ്വാദനത്തിനായി പ്രയോഗിക്കുന്നു. ആകർഷകമായ നേട്ടങ്ങൾ, അടുപ്പമുള്ള വാക്കുകൾ, സ്നേഹത്തിൻ്റെ പുഞ്ചിരികൾ എന്നിവയിൽ സ്ത്രീ അവനെ മോഹിപ്പിക്കും. തുടർന്ന് ആലിംഗനം ചെയ്യും. ഈ രീതിയിൽ അവൻ അവളെ സംതൃപ്തിയിലേക്ക്, അവളുമായി ലൈംഗിക ആസ്വാദനത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു. വർദ്ധിച്ച ലൈംഗിക ശക്തി കാരണം പുരുഷൻ 10,000 ആനകളേക്കാൾ ശക്തനാണെന്ന് കരുതുന്നു. തന്നെ ഏറ്റവും പൂർണ്ണനായി കണക്കാക്കുന്നു. വാസ്തവത്തിൽ വ്യാജാഹങ്കാരത്താൽ ഭ്രമിക്കപ്പെടുകയും ലഹരിയാകുകയും ചെയ്യുന്ന അവൻ വരാനിരിക്കുന്ന മരണത്തെ അവഗണിച്ച് സ്വയം ദൈവമായി കരുതുന്നു. വിട്ടല. അത്തലയ്ക്ക് താഴെ വിട്ടല എന്നൊരു ഗ്രഹമുണ്ട്. അവിടെയാണ് ഭഗവാൻ ശ്രീ ശിവനും ഭാര്യ ഗൗരിയും വസിക്കുന്നത്. അവരുടെ സാന്നിധ്യം കാരണം ഹടക ഒരു തരം സ്വർണം ഉൽപ്പാദിക്കപ്പെടുന്നു. അട്ടലയ്ക്ക് താഴെയുള്ള അടുത്ത ഗ്രഹം വിട്ടലയാണ്. അവിടെ സ്വർണ്ണഖനിയുടെ അധിപൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ ശിവൻ തൻ്റെ കൂട്ടാളികളായ പ്രേതങ്ങളോടൊപ്പം സാമാന്യ ജീവജാലങ്ങളോടൊപ്പം വസിക്കുന്നു. പൂർവികൻ എന്ന നിലയിൽ ശിവൻ ജീവജാലങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായി പൂർവികയായ ഭവാനിയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നു. അവരുടെ സുപ്രധാന ദ്രാവകത്തിൽ മിശ്രിതത്തിൽ നിന്ന് ഹടക്കി എന്ന നദി ഉൽപ്പാദിക്കപ്പെടുന്നു. കാറ്റിനാൽ ജ്വലിക്കപ്പെടുന്ന ഈ നദിയിൽ നിന്ന് കുടിക്കുകയും പിന്നെ അത് ചീറ്റുകയും ചുപ്പുകയും ചെയ്യുമ്പോൾ അത് ഹടക എന്ന സ്വർണം ഉൽപ്പാദിക്കപ്പെടുന്നു. ആ ഗ്രഹത്തിൽ ഭാര്യമാരോടൊപ്പം വസിക്കുന്ന അസുരന്മാർ ആ സ്വർണം കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. സുമല. വിട്ടല ഗ്രഹത്തിന് താഴെ സുത്തല എന്നറിയപ്പെടുന്ന മറ്റൊരു ഗ്രഹമുണ്ട്. അവിടെ മഹാരാജ വിരോചനൻ്റെ പുത്രനായ ബാലി മഹാരാജൻ ഇന്നും വഹിക്കുന്നു. തലതല. സുതലത്തിന് താഴെയാണ് മായ നസുരൻ്റെ വാസസ്ഥലമായ തലതല ഗ്രഹം. ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹത്താൽ ഈ അസുരൻ എപ്പോഴും ഭൗതിക സന്തുഷ്ടനാണ്. മഹാതല. തലതലയ്ക്ക് താഴെയാണ് മഹാതല ഗ്രഹം. അവിടെ 100 കണക്കിന് 1000 ഹുഡുകളുള്ള നിരവധി പാമ്പുകളുണ്ട്. കദ്രുവിൻ്റെ പിൻഗാമികളായ പല ഹുഡുകളുള്ള പാമ്പുകളുടെ വാസസ്ഥലമാണ് മഹാതല. അവർ എപ്പോഴും വളരെ രോഷാകുലരാണ്. കുഹകൻ, തക്ഷകൻ, കാളികൻ, സുസേനൻ എന്നിവരാണ് പ്രമുഖരായ പാമ്പുകൾ. മഹാതലത്തിലായ പാമ്പുകൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ വാഹകരായ ഗരുഡനെ എപ്പോഴും ഭയന്ന അസ്വസ്ഥരാണ്. എന്നാലും അവ ഉത്കണ്ഠാകുലരാണ്. അവയിൽ ചിലത് ഭാര്യമാർ, കുട്ടികൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരുമായി കളിക്കുന്നു. രസതല.
മഹാതലത്തിനു താഴെയാണ് രസതലം, ദിതിയുടെയും ധനുവിൻ്റെയും അസുരപുത്രന്മാരുടെ വാസസ്ഥലം. അവരെ പാണികൾ, നിവാത കവചന്മാർ, കാളിയർ, ഹിരണ്യപുരവാസികൾ എന്ന് വിളിക്കുന്നു. അവരെല്ലാം ദേവന്മാരുടെ ശത്രുക്കളാണ്. അവർ പാമ്പുകളെപ്പോലെ മാളങ്ങളിൽ വസിക്കുന്നു. ജനനം മുതൽ അവർ അങ്ങേയറ്റം ശക്തരും ക്രൂരന്മാരുമാണ്. അവരുടെ ശക്തിയിൽ അവർ അഭിമാനിക്കുന്നുണ്ടെങ്കിലും എല്ലാ ഗ്രഹവസ്തുക്കളെയും ഭരിക്കുന്ന പരമദിവ്യോത്തമ വ്യക്തിയുടെ സുദർശന ചക്രത്താൽ അവർ എപ്പോഴും ഭയപ്പെടുന്നു. പടാല. രസതലത്തിന് താഴെയായി പാതാളമുണ്ട്. അവിടെ വാസുകി എന്ന സർപ്പം തൻ്റെ കൂട്ടുകാളികളോടൊപ്പം വസിക്കുന്നു. പാതാളനെ നാഗലോകം എന്നും വിളിക്കുന്നു. അവിടെ നാഗലോകത്തിൻ്റെ യജമാനനായ ശങ്ക, കുലിംഗ, മഹാശങ്ക, ശ്വേത, ധനഞ്ജയ, ധൃതരാഷ്ട്ര, ശങ്കരചൂഡ, അശ്വദ്വാര, ദേവദത്ത തുടങ്ങി നിരവധി അസുര സർപ്പങ്ങളുണ്ട്. അവയിൽ പ്രധാനി വാസുകിയാണ്. അവരെല്ലാം അങ്ങേയറ്റം കോപാകുലരാണ്. അവർക്ക് ധാരാളം കൊമ്പുകളുണ്ട്. ചില പാമ്പുകൾക്ക് 5 പത്തികൾ, ചിലത് 7, ചിലത് 10, ചിലത് 100, ചിലത് 1000. ഈ കൊമ്പുകൾ വിലയേറിയ രത്നങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. രത്നങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം ബിലസ്വർഗത്തിനു മുകളിൽ ഗ്രഹവസ്ഥയും വ്യാപിക്കുന്നു. താഴ്ന്ന ഭൂഗർഭ പ്രദേശങ്ങൾ. ഭാഗവത പുരാണം 7 പ്രദേശങ്ങളെ ബിലസ്വർഗങ്ങൾ എന്ന് വിളിക്കുന്നു. അവയെ ഗ്രഹങ്ങളോ ഗ്രഹവസ്ഥയോ ആയി കണക്കാക്കുന്നില്ല. പക്ഷേ അവയ്ക്ക് ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളോടോ വാസസ്ഥലങ്ങളോടോ ആയി കണക്കാക്കാം. പാതാളത്തിൽ സൂര്യൻ്റെ പ്രകാശമില്ല. പക്ഷേ പാതാള നിവാസികൾ ഭരിക്കുന്ന ആഭരണത്തിൻ്റെ തിളക്കത്താൽ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നു. പാതാളത്തിൽ വാർദ്ധക്യമോ വിയർപ്പോ രോഗമോ ഇല്ല. നരകം.